ധ്യാനിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സെക്കൻഡ് ഹാഫ് പറഞ്ഞിട്ടേ ഇല്ല. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പം പറഞ്ഞു, ഞാൻ മാത്രമേ സ്ക്രിപ്റ്റ് കേൾക്കാത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഹാഫ് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഹാഫ് ബേസി വന്നു, ഷൂട്ട് ചെയ്തു. ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്ത് വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ അവനോട് ചോദിച്ചു, എടാ നിനക്ക് നിൻ്റെ ക്യാരക്ടറിൻ്റെ പേരറിയോ? ഞാൻ ഹോസ്പിറ്റലിൻ്റെ അകത്ത് സ്റ്റുഡിയോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ആദ്യത്തെ പാട്ട് ഇപ്പം മധുപകരു എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇറങ്ങിയല്ലോ, അതൊക്കെ ഹോസ്പിറ്റലിൽ നിന്നാണ് കമ്പോസ് ചെയ്യുന്നത്. പാടിക്കൊടുത്ത് അപ്പോൾ ലാസ്റ്റ് അവർ കോൺഷ്യസ് ആയതിന് ശേഷം ഇവൻ മാമിനോട് ചോദിച്ചു, ഞാൻ പാടുന്നത് കേൾക്കുന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മറ്റത് ചെയ്യുന്നില്ല, മറ്റത് ഞാൻ ചെയ്താൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത് പക്ഷേ ഞാൻ ചെയ്താൽ ബെറ്റർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അജുവിൻ്റെ ഇങ്ങോട്ടുള്ള സജഷനായിരുന്നു. അല്ല, ഇത് നടക്കുന്നതിന് മുമ്പ് ഇത് നടക്കുന്നതേ ഞാൻ വിചാരിച്ചിട്ടില്ല സുരേഷേട്ടാ. ഞാൻ ഇവരൊക്കെ വിളിക്കുന്ന സമയത്തും കിട്ടൂലായിരിക്കും, ചോദിച്ചു നോക്കാം. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ഇത്തവണ പക്ഷേ പാട്ടിലെ ഒരു ഏറ്റവും അടുത്ത സൗഹൃദം ഷാൻ മാറിയിട്ട് ഇപ്പോൾ അമൃത്, എനിക്ക് ബോംബെ ജയശ്രീയുടെ മകനാണത് അല്ലേ? അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്താ കാരണം? അമൃത്തിൻ്റെ പാട്ടുകൾ അവൻ ഒന്ന് ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യനായിട്ട് അവൻ ഇറക്കിയ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഇവൻ പാടാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ എന്നെ ഇങ്ങനെ കമ്പോസ് ചെയ്ത പാട്ടുകൾ കേൾപ്പിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഡെപ്തുള്ള പോലെ ഫീൽ ചെയ്തു. ഒറ്റയടിക്ക് നമുക്ക് എന്താ പറയുക, ക്യാച്ച് ചെയ്യുന്ന പാട്ടുകളല്ല, പക്ഷേ ഭയങ്കര 2-3 തവണ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് ആയിപ്പോകുന്ന പോലത്തെ കുറേ കോമ്പോസിഷൻസ് ഉണ്ടായിരുന്നു. സോളിഡ് കമ്പോസറാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അമൃത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നമ്മുടെ പടത്തിൽ ചെയ്യുന്നതെന്ന്. അതിനു മുമ്പ് ഞാനിങ്ങനെ ഒരു സീനിയർ മ്യൂസിക് ഡയറക്ടർ വേണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയായിരുന്നു. അമൃത്തിനെ മീറ്റ് ചെയ്തപ്പോഴാണ് അത് മാറിയിട്ട് ഞാൻ ഈ രീതിയിൽ. അത് ഞാൻ ഇനി പറയുന്നത് ശരിയല്ലല്ലോ, ക്യാമറ ഓഫ് ചെയ്താൽ പറയാം. ഇത് കഴിഞ്ഞിട്ട് രഹസ്യമായിട്ട് പറയാം. അതെ. അപ്പോൾ 50s-ലെയും 60s-ലെയൊക്കെ മ്യൂസിക്കാണ് അമൃത്തിൻ്റെ ഇൻസ്പിറേഷൻ. അപ്പോൾ നമ്മുടെ പഴയ ഫിലിം മ്യൂസിക്കിൻ്റെ ഇതുമായിട്ട് ഭയങ്കര സാമ്യം തോന്നുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു കാലത്ത് ഉണ്ടായിരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാവരും ഈ 50-കളിലെയും 60-കളിലെയും മ്യൂസിക്കിൽ നിന്ന് ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. സലീൽ ചൗധരി, OP നയ്യാർ, മദൻ മോഹൻ, റോഷൻ, ബോംബെ, ഇതാണ് ഇവൻ കേട്ട് വളർന്നിട്ടുള്ളത് അമൃത്. കാരണം ഇവൻ്റെ മദറിൻ്റെ ഫാദറിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇവൻ ചില പാട്ടൊക്കെ കമ്പോസ് ചെയ്തിട്ട് എനിക്കിങ്ങനെ ഇപ്പോൾ ജോൺസൺ മാഷൊക്കെ ചെയ്യുന്ന റൂട്ടിൽ, അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, നീ ഈ പാട്ടൊന്നും കേട്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടാ എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഒരുപക്ഷെ ജോൺസൺ മാഷിൻ്റെയൊക്കെ ഇൻസ്പിറേഷൻ 50s-ലെയും 60s-ലെയും മ്യൂസിക് ആയിരിക്കാം. എനിക്ക് അറിഞ്ഞൂടാ. കമ്പോസിങ്ങിനിടയിൽ അമ്മയ്ക്ക് സുഖമില്ലാതെ അങ്ങനെ കുറച്ച് കഥകൾ. കമ്പോസിങ്ങിനിടയില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമൃത് മ്യൂസിക് ചെയ്യാമെന്നുള്ളൊരു തീരുമാനം ഉണ്ടായതിനു ശേഷം ഒരു ദിവസം അവനെ വിളിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഹാഫിൻ്റെ സ്ക്രിപ്റ്റ് പറഞ്ഞു. ഫസ്റ്റ് ഹാഫിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടിട്ട് അവന് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഒരു പോസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവൻ ഭയങ്കര ഇൻസ്പയർഡായിട്ട് ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അന്നാണ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ വഴിക്കാണ് മാമിന് അവിടെ ലിവർപൂളിലൊരു കോൺസേർട്ടിന് പോയതായിരുന്നു ഇവർ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഹെമറേജ് ഉണ്ടായിട്ട് കൊളാപ്സ് ചെയ്ത് വീണു. എന്നിട്ട് അവർ ഒരു 2 മാസത്തോളം അവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ അന്ന് രാത്രി തന്നെ ഇവൻ അങ്ങോട്ട് പോയി, അമൃത അങ്ങോട്ട് പോയി. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനൊരു വിഷയമുണ്ട് എന്ന് അവൻ എന്നെ ഇൻഫോം ചെയ്തു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് കോണ്ടാക്റ്റ് ഒന്നുമില്ല. പിന്നെ എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എന്നൊക്കെ എനിക്ക് ചെന്നിട്ട് പാട്ടിൻ്റെ കാര്യം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കും ഒരു അനിശ്ചിതത്വം ഉണ്ട്. പക്ഷേ ഒന്നും ചോദിക്കാനും പോയില്ല. പക്ഷേ ഒരു ദിവസം അവനായിട്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെ ബെറ്ററായി വരുന്നുണ്ട്, ഞാൻ ഹോസ്പിറ്റലിൻ്റെ അകത്ത് സ്റ്റുഡിയോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഇവർക്കൊരു പ്രൈവറ്റ് റൂമുണ്ട്, ഹോസ്പിറ്റൽസിലുള്ള പ്രൈവറ്റ് റൂമല്ലേ. അപ്പോൾ അവിടെ ഞാൻ സ്പീക്കേഴ്സും സിസ്റ്റവും കീബോർഡും ഒക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ മെല്ലെ വർക്ക് ചെയ്ത് തുടങ്ങാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആദ്യത്തെ പാട്ട് ഇപ്പം മധുപകരു എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇറങ്ങിയല്ലോ, അതൊക്കെ ഹോസ്പിറ്റലിൽ നിന്നാണ് കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു ഓപ്ഷൻ അയച്ചു. അപ്പോൾ അത് കുറച്ചൊരു ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പാട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അത്രയും ഇൻറ്റൻസ് ആയിട്ടല്ല, എനിക്കൊരു MS ബാബുരാജ്, ബാബുക്കയുടെ പാട്ടിൻ്റെയൊക്കെ ഒരു ശൈലിയിലുള്ളൊരു പാട്ടാണ് വേണ്ട, പ്ലസൻ്റ് ആയിട്ടൊരു പാട്ടാണ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആണ് ഇത് അയച്ചിരുന്നത്, മധുപകരു അയച്ചിരുന്നത്. അതെനിക്ക് കേട്ടപ്പോൾ തന്നെ
ഓക്കെ ആയി. പിന്നെ ഒരു പാട്ട് അയച്ചു. ആ പാട്ടാണ് ട്രെയിലറിൻ്റെ അവസാനം ഒരു 2 വരി കേൾക്കുന്നത്. അപ്പോൾ ആ പാട്ട് ഇനി നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത് അയച്ചു തന്നപ്പോൾ ഓക്കെ ഇയാൾ ഓക്കെ ആണ് എന്നുള്ളത് ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ സിനിമയുടെ സോളിരിക്കുന്ന ആ പാട്ടിലാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയി. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, ഇത് മാമിനെ കൊണ്ട് എഴുതിക്കാൻ പറ്റുമോ, കാരണം അതൊരു തമിഴ് പാട്ടാണ്. അപ്പോൾ അടുത്ത ദിവസം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ജ്ഞാപകം എന്ന് പറയുന്ന ഒരു വാക്കിൽ അത് തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാരണം താരരാ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ താരര എന്ന് പറയുമ്പോൾ നെഞ്ചമേ കാതലേ എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു സ്ഥിരം പാട്ട് പോലെയാണ്. അപ്പോൾ ജ്ഞാപകം എന്ന് പറയുന്ന ഒരു വാക്കുണ്ടെങ്കിൽ മെമ്മറീസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാമല്ലോ. അപ്പോൾ അടുത്ത ദിവസം വിളിച്ചിട്ട് അതിൻ്റെ പല്ലവി അങ്ങ് പറഞ്ഞു തന്നു. അങ്ങനെ ഒരു അതിൻ്റെ പുറകിൽ മാം തന്നെയാണ് അതിൻ്റെ ഫുൾ ലിറിക്സ് അല്ലേ? ഫുൾ ലിറിക്സ് ജയശ്രീ മാമ എഴുതി. തമിഴാണ് അല്ലേ? ആ പാട്ട് മാത്രം തമിഴ്. അത് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇപ്പം എനിക്ക് വേണ്ടി കമ്പോസ് ചെയ്ത ആരും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ആ സമയത്ത് അവന് പ്രൊഡക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റിയല്ലോ. അതൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു വലിയ ക്വാളിറ്റിയാണ്. ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ ഉള്ള ഫെസിലിറ്റിയിൽ ഒരു കമ്പോസിങ്ങിനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് അതിനകത്തുനിന്ന് കമ്പോസ് ചെയ്ത്, അപ്പോൾ അവൻ പറയുന്നത് അവൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പാടുകയും കമ്പോസ് ചെയ്യുകയും ചെയ്യുന്നത് കണ്ടിട്ടാണ് മാം പെട്ടെന്ന് റിക്കവർ ആയെന്നാണ് അമൃത് വിശ്വസിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി മ്യൂസിക്കിന് ഭയങ്കര പവറുണ്ട്, ഉറപ്പാണ് സുരേഷ് ഏട്ടാ. അപ്പോൾ ഇവൻ ഓരോ പാട്ട് കമ്പോസ് ചെയ്തിട്ട് ഇവർക്കിങ്ങനെ പാടിക്കൊടുത്ത് അപ്പോൾ ലാസ്റ്റ് അവർ കോൺഷ്യസ് ആയതിനു ശേഷം ഇവൻ മാമിനോട് ചോദിച്ചു, ഞാൻ പാടുന്നത് കേൾക്കുന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും സംഗീതത്തിന് ആ മാജിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതെ, പെട്ടെന്നുള്ള റിക്കവറിക്കോ കാരണം അതാവാം, ഉറപ്പായിട്ടും അത് അല്ലേ? അതെ, അതുകൊണ്ടാണ് ആ വരികളൊക്കെ തന്നെ പെട്ടെന്ന് വന്നു. അതെ, അത് ജ്ഞാപകം മോതുതേ മനം ഏങ്കുതേ എന്നാണ്. അതായത് ഓർമ്മകളിങ്ങനെ കൊളൈഡ് ചെയ്ത് മനസ്സിങ്ങനെ. അപ്പോൾ ഒരാൾ ആശുപത്രി കിടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അവസ്ഥയും അതാണല്ലോ. അവരുടെ അവസ്ഥയിലിരുന്നുകൊണ്ടാണ് അത് എഴുതിയത്. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ അത് ആപ്റ്റാണ്. ലൈഫും സിനിമയും ചില സമയത്ത് ഇങ്ങനെ വന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നൊരു സാധനം ഉണ്ടല്ലേ? അതെ, ഒരു സംഗമ ഭൂമി എന്നൊക്കെ പറയണത്. അതെ. അപ്പോൾ ഈ നേരത്തെ ഈ മധുപകരൂന്നിൻ്റെ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോഴാണ്, അപ്പോൾ ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ ഇങ്ങനെ കാണും. അതിനകത്ത് അവിടെ ഇരുന്ന് പിന്നെ പ്രണവ് അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്, ഇപ്പുറത്ത് വിനീത് ഇവിടെ നിന്ന് ഇങ്ങനെ അഭിനയിച്ച് മറിക്കണം. ഇങ്ങനെ ഒരു ഇല്ലില്ല, നമ്മളെല്ലാവരും, ഞാൻ മാത്രമൊന്നുമല്ല. അല്ലല്ലേ, നമ്മളിങ്ങനെ കാഴ്ച അവിടെയാണ് വീഴുന്നത് ഇങ്ങനെയാ. പക്ഷെ അതൊരു രസമായിരുന്നത്. അല്ല, നമ്മൾ പാട്ട് ആഘോഷിച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ പടം തന്നെ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് സുരേഷേട്ടാ. ഇപ്പോൾ സെറ്റിലാണെങ്കിലും സീനുകളിങ്ങനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ട് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആഘോഷം പോലെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ധ്യാനൊക്കെ ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ ഈ എന്നിയോ മോറിക്കോണിൻ്റെ പാട്ടുകളാണ് പ്ലേ ചെയ്യുന്നത്. കാരണം നമ്മുടെ പടത്തിൻ്റെ ഒരു ഫീൽ അതാണ്. അപ്പോൾ ആദ്യം വന്ന ഉടനെ ഇതെന്താണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പുച്ഛമായിരുന്നു ധ്യാനിന് വന്ന ഉടനെ. അപ്പോൾ ലാസ്റ്റ് ഇമോഷണൽ സീനൊക്കെ വരുമ്പോൾ അതൊന്ന് ഇടുമോ, ഞാനിങ്ങനെ നോക്കിയിട്ട് ഇടണോ, ഇട്ടോ നല്ലതാണ്. പിന്നെ ഞാൻ അത് പ്ലേ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി അവന്. അതായത് ഈ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് ത്രൂ ഔട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിർബന്ധമായിരുന്നു. സ്ട്രിങ്സ് ആണ് ഇതിനകത്ത് നമ്മുടെ പടത്തിൻ്റെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്. ഇപ്പോൾ ഹൃദയത്തിൽ നമ്മൾ വോക്കൽസാണ് കുറേ യൂസ് ചെയ്ത്. നമ്മൾ സ്ട്രിങ്സ് ലൈവ് എടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ മൊത്തം വോക്കൽ പാർട്സാണ്. രാഗങ്ങളുടെ വിസ്താരങ്ങൾ കുറേ സ്ഥലത്ത് വോക്കൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. സ്ട്രിങ്സിന് പകരം നമ്മൾ വോക്കൽസ് എടുത്തത്. ഇതിൽ പ്രോപ്പർ ആ പഴയ ഓൾഡ് സ്കൂൾ ഫ്ലീയിൽ വേണം എന്നുള്ളതുകൊണ്ട് സ്ട്രിങ് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ഭംഗി അതിനകത്തുണ്ട്. ലൈവ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് കൂടുതലും, പ്രോഗ്രാമിങ് കുറവാണ് സുരേഷേട്ടാ. അപ്പോൾ പടത്തിൻ്റെ നേച്ചറും ഒക്കെ അങ്ങനെ ആയതുകൊണ്ട്. പിന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സിനിമകളുടെ സൗണ്ടിങ്ങിൽ നിന്നൊന്ന് മാറി നിൽക്കും. ഇപ്പോൾ കൂടുതലും ഇലക്ട്രോണിക് ആണല്ലോ. ഇത് ലൈവ് സൗണ്ടിങ്ങിൽ ഒരു സിനിമ പ്രോപ്പറായിട്ട് വന്നിട്ട് കുറച്ച് നാളായതുകൊണ്ട് അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയാണ് നമ്മുടെ. ബൽറാം പാടിയിട്ടുണ്ട് വ്യത്യസ്തമായൊരു അല്ലേ? അതെ, കുറച്ച് കാലത്താണോ ബൽറാം ആ ഈ വ്യത്യസ്തതയ്ക്ക് വേണ്ടി തേടിപ്പോയാണോ? എനിക്ക് മറ്റേ അദ്ദേഹത്തിൻ്റെ കാറ്റൻ മൊഴി, നീലത്താമരയിലെ പാട്ട്, പിന്നെ നീതാൻ എൻ്റെ ഗീതം, ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര യൂണീക്ക് വോയിസാണ്. പിന്നെ ബൽറാം സാറിൻ്റെ വേറൊരു ഗുണം PB ശ്രീനിവാസൻ്റെ വോയിസ് പോലെ ഇരിക്കും അദ്ദേഹത്തിൻ്റെ ശബ്ദം. പഴയ സിംഗറല്ലേ PB ശ്രീനിവാസ്. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടം പറയുന്നതുകൊണ്ട് അപ്പോൾ
ആ കാലഘട്ടത്തിൽ വരുന്ന പാട്ടാണ്, 70s വരുന്ന പാട്ടാണ്. അപ്പോൾ ആ സമയത്ത് ഉള്ള ഒരാളുടെ വോയിസ് പോലെ തോന്നിപ്പിക്കുമല്ലോ. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൽറാം സാറിൻ്റെ വോയിസ്. ഇത് പാടിയിട്ടുണ്ടോ? ഞാൻ പാടിയിട്ടുണ്ട്. മധുപകരോ പിന്നെ ഒരു പാട്ട്. രണ്ട് പാട്ടുണ്ടല്ലേ? വൈഫ് കഴിഞ്ഞ അവളും ഞാനും കൂടിയിട്ടാണ് ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഏത് ഇനി ഇറങ്ങാനുള്ളതാണ്? അത് കരകാണാന്ന് പറഞ്ഞിട്ടൊരു ഒരു പാട്ട്. കുടുംബക്കാരെല്ലാം ഉണ്ടല്ലോ. അല്ല അങ്ങനെ മനഃപൂർവ്വം അല്ല, സംഭവിച്ചു പോയി. ഇതേടെ ഒരു കുടുംബക്കാരനാണ് നമ്മുടെ അജു വർഗീസ്. എനിക്ക് തിരവഴിച്ചാൽ മിക്കവാറും എല്ലാ പടങ്ങളിലും അജു ഉണ്ട്. ഇതിനകത്ത് അജു തകർക്കുമോ? അജുവിന് ആദ്യം ഞാൻ വെച്ചിരുന്ന ഒരു റോള് വേറൊരു റോളായിരുന്നു. അപ്പോൾ അത് അജു ഇങ്ങനെ കേട്ടിട്ട്, അപ്പോൾ അജു സ്ക്രിപ്റ്റ് കേട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിൽ ഇപ്പം അജു ചെയ്ത ഒരു ക്യാരക്ടറുണ്ട്, അപ്പോൾ അതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മറ്റത് ചെയ്യുന്നില്ല, മറ്റത് ഞാൻ ചെയ്ത നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത് പക്ഷേ ഞാൻ ചെയ്ത ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അജുവിൻ്റെ ഇങ്ങോട്ടുള്ള സജഷനായിരുന്നു. ഞാൻ ഓഫർ ചെയ്ത ക്യാരക്ടറല്ല അവനെടുത്ത്. അപ്പോൾ പിന്നെ അജുവിനെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണല്ലോ, ഇതെന്താ ഇവനെ വെച്ച് ആലോചിക്കാൻ ഞാൻ. കാരണം മേക്ക് ഓവേഴ്സ് ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് അജുവിൻ്റെ. നമുക്ക് എന്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അജുവിന് സൂട്ടാവും. അതായത് എന്ത് വിഗോ എന്ത് മീശയോ അത് എല്ലാവർക്കും അത് പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു സഫാരി സൂട്ടും ഒരു ബുൾഗാനും വെച്ച് കൊടുത്തപ്പോൾ അജുവിനെ ഒരു 70s ഒരാളെപ്പോലെ തോന്നും. അപ്പോൾ ആ പേരും, അപ്പോൾ അവൻ പറഞ്ഞതിന് ശേഷമാണ് ഞാനത് മനസ്സിലാക്കിയത്. ഞാൻ ഓഫർ ചെയ്തത് ആദ്യം വേറൊരു റോളായിരുന്നു. അതാരാന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതെ, വിനീതിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ താരനിരയുള്ളൊരു പടമാണ്. ഭയങ്കര ഹെവി കാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത്തരം ഒരു കാസ്റ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞൊരു ബേർഡൻ ഉണ്ടോ? അല്ല, ഇത് നടക്കുന്നതിന് മുമ്പ് ഇത് നടക്കുന്നേ ഞാൻ വിചാരിച്ചിട്ടില്ല സുരേഷേട്ടാ. ഞാൻ ഇവരൊക്കെ വിളിക്കുന്ന സമയത്തും കിട്ടൂലായിരിക്കും, ചോദിച്ചു നോക്കാം. ഈ മൂഡിലാണ് എല്ലാവരെയും വിളിക്കുന്നത്. അപ്പോൾ ബേസിലിനെ വിളിച്ചു. അപ്പോൾ ബേസിലിന് ഗുരുവായൂർ അമ്പലനടയിലുണ്ട്. അപ്പോൾ പിന്നെ അവൻ്റെ ഹിന്ദി ഫിലിമിൻ്റെ പരിപാടികളുണ്ട്, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പടങ്ങളുണ്ട്, എല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം. ജിത്തു ചേട്ടൻ്റെ പടം അവൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ചോദിച്ചില്ല എന്ന് വേണ്ടല്ലോ, ബേസി നമ്മളിങ്ങനെ തുടങ്ങുന്നുണ്ട്, ഡിസംബറിലാണ് ഉണ്ടാവുക. ഞാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, നിൻ്റെ ബാക്കി പടം അതൊക്കെ ഞാൻ സംസാരിച്ചോളാം, ഞാനുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ നീരജിനെ വിളിച്ചപ്പോൾ നീരജ് പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. നിവിനെ വിളിച്ചപ്പോൾ നിവിനും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും നമ്മൾ വിളിക്കുന്ന ആൾക്കാരൊക്കെ കമ്മിറ്റ് ചെയ്തു. എല്ലാ പരനാറികളും അങ്ങനെ ഇല്ല, അയ്യോ അത്രയും പറഞ്ഞിട്ടില്ല, നാറി അത്രേ ഉള്ളൂ. അല്ല, അത് പടത്തിലൊരു സീക്വൻസിൽ വരുന്ന ഡയലോഗാണ്, അത് നമ്മൾ അവിടെ എടുത്തിട്ടേ ഉള്ളൂ. സിനിമയിൽ ധ്യാൻ പറയുന്ന ഒരു ഡയലോഗ് അത് കറക്റ്റ് സ്ഥലം എല്ലാവരും ആയി. അതെ, പക്ഷെ എനിക്ക് ഒരുപാട് പേരുണ്ട് നീതാപ്പിള്ള അല്ലേ, മറ്റേ അതെ, നീതയായിട്ടൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്തു. ഈ ഇവരെല്ലാം നമ്മളിങ്ങനെ കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞൊരു ബേർഡനാണ്. എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല സുരേഷേട്ടാ. ഞാൻ ഭയങ്കര അക്കാര്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡാണ്. ഇവരെല്ലാവരും പറഞ്ഞ ഡേറ്റ്, നമ്മൾ ഡേറ്റ്സ് എല്ലാവർക്കും 2 മാസം മുമ്പ് കൊടുത്തിരുന്നു. ആ ഡേറ്റ്സ് നമ്മൾ മാറിയിട്ടില്ല. അജുവിൻ്റെ മാത്രം നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വന്നിരുന്നു. അജുവിൻ്റെ ഡേറ്റ് നമ്മൾ പറഞ്ഞതിൻ്റെ നേരത്തെ നമ്മുടെ ഷൂട്ട് തീരുന്നുണ്ടായിരുന്നു. അപ്പോൾ അജു അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. ബേസിലിൻ്റെ അടുത്ത് നിവിൻ്റെ അടുത്തൊക്കെ ഡേറ്റ്സ് നമ്മൾ പറഞ്ഞ ഡേറ്റിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത്. അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടില്ല. ബേസിക്കലി നല്ല ഒരു സംവിധായകരും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും അങ്ങനെ തന്നെ അറിയാം. തിരക്കഥ അവർക്ക് കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ ജസ്റ്റ് കഥ മാത്രമേ ബേസിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് അങ്ങനെ ടെൻഷനേ ഇല്ല അല്ലേ? വീണേട്ടാ ഞാൻ വരാമെന്ന് പറഞ്ഞു. പിന്നെ ബേസിയുടെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസി വന്നു, ഷൂട്ട് ചെയ്തു. ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്ത് വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ അവനോട് ചോദിച്ചു, എടാ നിനക്ക് നിൻ്റെ ക്യാരക്ടറിൻ്റെ പേരറിയോ എന്ന് ചോദിച്ചു. എന്താ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്? അപ്പോൾ അഭിനയിച്ച് വൈകുന്നേരം ആയപ്പോഴാണ് അവൻ പേര് തന്നെ അറിയുന്നത്. അല്ല, ശരിക്കും അതൊരു കോംപ്ലിമെൻ്റ് ആണ്. ഒരു വിനീത് എന്ന് പറയുന്ന സംവിധായകന് സുഹൃത്തൊക്കെ പിന്നെയാണ് വരുന്നത്. കാരണം അദ്ദേഹം പ്രൂവണാണ്, അങ്ങനെ ചെയ്യുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസമാണ്. അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ള ഒരാൾ അത്ര വിശ്വസിച്ച് വരുന്നത്. അത് ചെറിയ ഹാറ്റ്സ് ഓഫ്, അത് ചെറിയ കാര്യമല്ല. അല്ല, ആ രീതിയിൽ ഞാൻ ബ്ലെസ്ഡാണ്, ഞാൻ അത്രേ പറയുള്ളൂ. അല്ല, അത് വലിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ധ്യാനിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സെക്കൻഡ് ഹാഫ് പറഞ്ഞിട്ടേ ഇല്ല. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ മാത്രമേ സ്ക്രിപ്റ്റ് കേൾക്കാത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഹാഫ് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. അപ്പോൾ സെക്കൻഡ് ഹാഫോ ശരിയല്ലേ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലേ. പറയണ്ടല്ലേ, ചിലപ്പം ഇൻ്റർവ്യൂലൊക്കെ എടുത്ത് ചിലപ്പം ഞാൻ സത്യം ചെയ്യിച്ചിട്ടുണ്ട്, ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ അതൊന്നൊരു ഇൻ്റർവ്യൂവിൽ വിനീതിൻ്റെ സ്വപ്നമായി പറഞ്ഞു, സ്വപ്നം എന്നല്ല പറഞ്ഞിരുന്നു, അതിൻ്റെ കഥയും ക്ലൈമാക്സും ഒക്കെ ആയി.
അച്ഛനെയും ലാലങ്ങളെയും വെച്ചൊരു സിനിമ ഇവിടെ സമീപിക്കണം എന്ന് ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു എന്തെങ്കിലും അതിനൊരു നീക്കുപോക്കോ ഇപ്പോഴത്തെ സാഹചര്യങ്ങളോ? ഒന്നും ആയിട്ടില്ല സുരേഷേട്ടാ. അപ്പോൾ അതിൽ ഇപ്പോൾ ഹെൽത്തും കാര്യങ്ങളും എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതിനി എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. പക്ഷേ ആരെങ്കിലും ഒരാൾ അങ്ങനെ ഒരു സിനിമ ചെയ്യണം, സത്യനങ്ങളോ പ്രിയനങ്ങളോ അങ്ങനെ ഒരു സിനിമ നടന്നാൽ അല്ല, അത് വിനീത് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു. കാരണം അതിന് വേറൊരു സത്യേട്ടനൊക്കെ ചെയ്യേണ്ടതല്ല, അതിനൊക്കെ എടുത്ത് അങ്ങനെ ചെയ്ത് വെച്ചൊരു ഇതുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഞങ്ങളുടെ പുതിയ തലമുറ, ഞങ്ങളുടെ അല്ല പുതിയ തലമുറയ്ക്ക് കുറച്ച് വിനീത് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നൊരു ആകാംക്ഷ വേറെ തരത്തിലുണ്ടാവും. ആ രീതിയിലും അത് സംഭവിക്കട്ടെ വൈകാതെ അല്ലേ. അച്ഛൻ ആരോഗ്യത്തോടു കൂടി പെട്ടെന്ന് തിരിച്ചു വരട്ടെ. പക്ഷേ ഈ എപ്പോഴും നമ്മൾ മുമ്പും ലാലേട്ടനോടുള്ള ശ്രീനിയേട്ടൻ്റെ പ്രതികരണങ്ങളോട് വിനീത് ശക്തമായ ഭാഷയിൽ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പ്രതികരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് പറയുമ്പോൾ അല്ല, അതാരെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല. അത് പേര് പറഞ്ഞില്ല, ഇല്ല പേര് സത്യം. പക്ഷെ ഇപ്പോഴും അങ്ങനെ ഈ വിമർശനങ്ങളൊക്കെ വരുമ്പോൾ മാനസികമായിട്ട് നമ്മളെന്ത് പറയാനാണ്. അപ്പോൾ അച്ഛൻ പിന്നെ അച്ഛൻ്റെ രീതിക്ക് സംസാരിക്കുകയും റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൽ നമുക്ക് യാതൊരു സേയുമില്ല. ധ്യാനോടാണ് ഈ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ എനിക്കൊരു അരനീളം ഉത്തരം കിട്ടിയത്. അപ്പോൾ സുരേഷ് ചേട്ടൻ ധ്യാനോട് തന്നെ ചോദിച്ചു. എനിക്കതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. ഇവർ രണ്ടുപേരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. പാവം. വിനീതിൻ്റെ സിനിമകളെല്ലാം നോക്കുമ്പോൾ ഒരു സൗഹൃദങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു ഓർഗാനിക്കാണ് ശരിക്കും. എല്ലാത്തിനകത്തൊരു സൗഹൃദങ്ങളുടെ ഒരു സാധനമുണ്ട്. ഈ പറഞ്ഞ ഇത് ഈ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. ഇത് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന സബ്ജക്റ്റാണ് സുരേഷ്. ആ സമയം തൊട്ട് ഈ സബ്ജക്റ്റ് എൻ്റെ മനസ്സിലുണ്ട്. ഇത് ഇങ്ങനെ പിന്നെ ഇത് 70കളും പഴയ കാലഘട്ടവും ഇത്രയും ക്യാരക്ടേഴ്സും ഒക്കെ ആയതുകൊണ്ട് ഇത് നമ്മൾ ചെയ്താൽ ചിലപ്പോൾ കയ്യിൽ നിൽക്കില്ല എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ചെയ്യാതെ മാറ്റി വെച്ചൊരു സിനിമയാണ് ഹൃദയം. കഴിഞ്ഞപ്പോൾ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൽ നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട് ആണല്ലോ അത് എഴുതിയത്. ഒരു കൂട്ടം ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഹൃദയം ഇറങ്ങി അത് തിയേറ്ററിൽ വർക്കായപ്പോഴാണ് ഓക്കെ ഇത്രയും ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടുള്ളൊരു സിനിമ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ആദ്യമായിട്ട് വന്നത് ഹൃദയം വർക്കായപ്പോഴാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിത് ആലോചിച്ച് തുടങ്ങിയത്. അതുവരെ ഞാനിങ്ങനെ വേണ്ട, നമുക്ക് മുമ്പേ ജനിച്ചൊരു തലമുറയുടെ കഥയാണ് പറയേണ്ടത്, ആ കാലഘട്ടമാണ് പറയേണ്ടത്. അപ്പോൾ പിന്നീടുള്ള ഇവരുടെ പ്രായമായിട്ടുള്ള ഒരു ഫേസും നമ്മൾ എഴുതണം. അപ്പോൾ ആ ജനറേഷൻ എങ്ങനെ തിങ്ക് ചെയ്യുന്നു, പിന്നെ ഇത് മൊത്തം സെറ്റ് ചെയ്യുക, ഇതിൻ്റെ ഒരു ബഡ്ജറ്റ്. അപ്പോൾ ശരിക്കും ഈ കോടമ്പാക്കം എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ കോടമ്പാക്കത്ത് ചെന്നാൽ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഫുൾ മദ്രാസിലേക്ക് പോയിട്ടേ ഇല്ല, ഫുൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മളൊരു ഐഡിയ എന്നുള്ള രീതിയിൽ ആലോചിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ ധൈര്യം തോന്നില്ല. എസ്പെഷ്യലി ഞാൻ അത്രയും വലിയ സിനിമ ചെയ്തിട്ടുമില്ല. അപ്പോൾ അത് അങ്ങനെ മാറ്റി വെച്ച് ഹൃദയം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത്. അതാണ് പിന്നെ ഈ സൗഹൃദങ്ങൾ എന്ന് പറയുന്നൊരു എലമെൻ്റ് അത് ഇങ്ങനെ വരുന്നതാണ് മനഃപൂർവ്വം. അത് വരുന്നില്ല, എനിക്കത് ഓർഗാനിക് ആയിട്ടാണ് അല്ലേ. ഓവർ ദി ഇയേഴ്സ് അങ്ങനെ നമ്മുടെ കൂടെ തുടങ്ങിയ എല്ലാവരും സക്സസ്ഫുള്ളായി, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരാളുടെ സിനിമയിൽ ഒരാൾക്ക് പാർട്ടാവാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യം. ഞാനും ഷാനും ഒക്കെ ഇങ്ങനെ നമ്മൾ മലർവാടിയുടെ ഓഡിയോ ലോഞ്ചിൻ്റെ സമയത്ത് ഗോകുലത്ത് നമ്മൾ സൈഡിലിങ്ങനെ നിൽക്കുക. അപ്പം ഞാനും ഓഡിയോ ലോഞ്ചോ അങ്ങനെ എന്തോ ഒരു ഫംഗ്ഷനാണ്. ഷാനും ഞാനും കൂടെ സ്റ്റേജിൻ്റെ സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് നമ്മളിങ്ങനെ നോക്കുക. അപ്പം മലയാള സിനിമ മൊത്തം അവിടെ ഉണ്ട്. അപ്പോൾ ഷാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മലയാള സിനിമ അല്ലേ അളിയാന്ന് ചോദിച്ചു. അതേ സ്ഥലത്ത് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് വടക്കൻ സെൽഫിയുടെ സക്സസ് സെലിബ്രേഷൻ നടക്കുന്ന സമയത്ത് അതേ സ്പേസിൽ ഇരിക്കുന്നത് മൊത്തം നമ്മുടെ കൂട്ടുകാരാണ്. അപ്പോൾ 5 വർഷത്തിൽ അത്രയും മാറ്റങ്ങളുണ്ടായി. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടച്ചോനിങ്ങനെ നിന്ന നിപ്പിൽ മാറ്റിയതാണ്. വിനീതിൻ്റെ സിനിമകൾക്ക് മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും ഭയങ്കര ഡിമാൻഡുണ്ട്. അപ്പോൾ അത്തരം അവിടുത്തെ ഓഡിയൻസിനെ കൂടി നമുക്ക് പിന്നെ രസിപ്പിക്കണം, അല്ലെങ്കിൽ അവരെ കൂടി കാണണം എന്നുള്ള രീതിയിൽ എടുത്തിലോ ഇതിലൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ആക്ച്വലി പണ്ട് തൊട്ടേ ആലോചിക്കാറുണ്ട് അങ്ങനെ. ഇപ്പോൾ തിരയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ അതിൽ കുറേ കന്നഡ സംസാരിക്കുന്നുണ്ട്, ഹിന്ദി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ പുറത്തുള്ള ആൾക്കാർ കാണുമ്പോഴും അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഉള്ള ആലോചന ഉണ്ടായിരുന്നു തിര ചെയ്യുമ്പോൾ. പിന്നെ ജേക്കബ് ചെയ്യുമ്പോൾ നമ്മൾ പുറത്താണ്
സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആ സിനിമയുടെ ലാംഗ്വേജ് മനസ്സിലായില്ലെങ്കിലും അതിൻ്റെ നേച്ചർ എവിടെയുള്ള ആൾക്കാർക്കും ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഹൃദയം ചെയ്യുന്ന സമയത്തും മദ്രാസാണ്, ചെന്നൈയാണ് അതിൻ്റെ ഒരു, അപ്പോൾ തമിഴ്നാട്ടിൽ അത് നന്നായിട്ട് റെസനേറ്റ് ചെയ്യും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എപ്പോഴും, ഭയങ്കര മാസോ അങ്ങനത്തെ കാര്യങ്ങളിലൂടെയോ നമുക്ക് ഓഡിയൻസുമായിട്ട് കണക്റ്റ് ഉണ്ടാക്കാം. അല്ലാതെയുള്ളൊരു സംഭവം ഉണ്ടല്ലോ, പല ഭാഷയിലുള്ള ആൾക്കാർ സിനിമയിലേക്ക് വരും. എനിക്ക് തോന്നുന്നു കുറേ പേര് അങ്ങനെ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ ശ്യാമിൻ്റെ മായാനദിയിലൊക്കെ തമിഴ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് തന്നെ കണ്ടല്ലേ. അപ്പോൾ ഒരു മലയാള സിനിമ നമ്മളൊന്ന് ഒരു തോട്ട് മാറുമ്പോൾ നമുക്കതിലേക്ക് കൂടുതൽ ബാക്കി ഓഡിയൻസിനെയും കൂടെ കൊണ്ടുവരാൻ പറ്റും. അത് അങ്ങനെ ചിന്തിക്കുന്ന കുറേ ഡയറക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ. ഞാൻ തിരെ തൊട്ട് എൻ്റെ മൈൻഡിൽ അതുണ്ട്. അന്ന് നമ്മൾ ഈ പാൻ ഇന്ത്യ എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യാറില്ല എന്നുള്ളൂ. പക്ഷെ തിരക്ക് അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷേ ആ സമയം തൊട്ട് ആലോചന ഉണ്ടായിരുന്നു. തിര കഴിഞ്ഞാൽ ഒരുപക്ഷെ തുടർച്ചയായ വിജയങ്ങൾ കൊടുത്ത വളരെ അപൂർവം സംവിധായകരിൽ ഒരാളാണ് വിനീത്. ആ ഈ വിജയങ്ങൾ ഒരുപക്ഷെ ഒരു ബാധ്യതയാണ്. അയ്യോ, വിജയങ്ങൾ വേണം സുരേഷ് ഏട്ടാ. വിജയങ്ങളില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. അതിനെ ഒരിക്കലും ബേർഡനായിട്ട് കാണാനേ പാടില്ല. നമ്മൾ ഓരോ തവണയും ചെയ്യുന്ന ഹാർഡ് വർക്ക് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാമെന്നേ ഉള്ളൂ. വിജയത്തിനെ നമ്മളൊരു ബേർഡനായിട്ട് കാണാൻ പാടില്ല. നാളെ അതില്ലെങ്കിലോ? ഇവിടെ വിജയിക്കുന്നവന് മാത്രമേ സ്ഥാനമുള്ളൂ. സംവിധായകൻ്റെ കാര്യങ്ങളാണെങ്കിൽ ആക്ടിങ്ങിലും ഒരേപോലെ നിൽക്കുകയാണ് വിനീത്. കാരണം ഇതിൻ്റെ ഒരു ഇടവേള കഴിഞ്ഞാൽ പിന്നെ നേരെ സിനിമകൾ അഭിനയിക്കാൻ പോവുകയാണ്. അവിടെ നമ്മൾ റീസെൻ്റ്ലി അവസാനത്തെ ഒരു 3 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം തങ്കമായാലും മൂന്നിനുണ്ണി ആയാലും പിന്നെ ഈ പറഞ്ഞ അവസാനം വന്ന കുറുക്കനായാലും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് എല്ലാത്തിനും. മറ്റേടത്ത് അതും ഈ നെഗറ്റീവ് കഥാപാത്രങ്ങൾ ബോധപൂർവ്വം സെലക്ട് എടുക്കുന്നതാണ്. അത് അങ്ങനെ തന്നെ കഥാപാത്രങ്ങൾ വരുന്നതാണ്. എനിക്കിഷ്ടമാണ് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ലൈഫിലല്ലാത്ത പോലെ നമുക്ക് ബിഹേവ് ചെയ്യാനൊക്കെ ഒരു ചാൻസ് കിട്ടുമല്ലോ. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഇപ്പോൾ കുറച്ചായി അടുപ്പിച്ച്. അപ്പോൾ ഇനി അങ്ങനെ അത് റിപ്പീറ്റ് ആവുന്നതിന് മുമ്പ് ഒന്ന് മാറിയാൽ കൊള്ളാമെന്നുണ്ട്. ഈ ആക്ടിങ്ങിൽ വന്ന സമയത്ത് കുറച്ച് കൂടുതൽ വിമർശനം കേട്ടത് നമ്മുടെ ഈ മൂന്നിനുണ്ണി വന്ന സമയത്താണ്. ഇത്രയും മറുപടികളൊക്കെ ഉണ്ടായിരുന്നു. ആ ക്രൂവല ഇങ്ങനെ ആവോ, ഇങ്ങനെ പറയുമോ, ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇത്തരം വിമർശനങ്ങൾ വരും, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ചിന്തിക്കുമെന്നൊക്കെ ഒരു. പിന്നെ ആ പടം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചാൽ നമുക്കറിയാമല്ലോ ഇത് ഇറങ്ങുന്ന സമയത്ത്. പക്ഷേ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സിനിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ടറിൻ്റെ വിഷൻ്റെ കൂടെ പോകാനാണ് ഇഷ്ടം. അതെടുത്ത് ഇതെൻ്റെ സിനിമയാണ്, എൻ്റെ സിനിമ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ഞാൻ വിചാരിക്കാറില്ല. അത് ആ ഡയറക്ടറിൻ്റെ സിനിമയാണ്. ആ ഡയറക്ടറിന് അബിക്ക് ഒരു കൺവിക്ഷൻ ഉണ്ട്. അബി വിചാരിക്കുന്ന ഒരു റിയാലിറ്റി ഉണ്ട്. അബി വിചാരിക്കുന്നതെന്നല്ല, ഇപ്പോൾ പല ആൾക്കാരും നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ സക്സസ്ഫുൾ ആവുന്നത് കാണുന്നില്ലേ. അതാണ് അവൻ സിനിമയിൽ കാണിക്കാൻ നോക്കിയത്. അപ്പോൾ അവന് കൃത്യമായിട്ടുള്ള റീസൺസ് ഉണ്ട് അതിന്. അപ്പോൾ അതെനിക്ക് മനസ്സിലാവുന്നുമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചെയ്യില്ലായിരിക്കും. ഇപ്പോൾ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനത്തിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അബി അതിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ മണ്ടന്മാരാണ്. പക്ഷേ എനിക്ക് കർമ്മയിൽ വിശ്വാസമുണ്ട്. ഞാൻ അറ്റ്ലീസ്റ്റ് ഞാനത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതായത് നല്ല കാര്യം ചെയ്താൽ നല്ലത് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ള ആലോചന നമുക്കില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒന്നും പോസിറ്റീവായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ സാധാരണക്കാരൊക്കെ ആലോചിച്ചൊക്കെ നന്മ ചെയ്താൽ നന്മ കിട്ടും എന്ന് പറയുന്ന ഒരു വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനേ തോന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ എൻ്റെ പേഴ്സണൽ ബിലീഫ് അതാണ്. പക്ഷേ ഞാൻ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ സിനിമയെ ചോദ്യം ചെയ്യാറേ ഇല്ല. അതെൻ്റെ ഡയറക്ടറിൻ്റെ വിഷനാണ്. ഇപ്പോൾ പൊളിറ്റിക്കലി ആണെങ്കിലും ഇപ്പോൾ സുരേഷ് ഏട്ടൻ വേറൊരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും ഇപ്പോൾ എനിക്ക് ആ പ്രസ്ഥാനത്തിനോട് താല്പര്യമില്ലെങ്കിൽ പോലും അത് ഞാനും സുരേഷ് ഏട്ടനും തമ്മിലുള്ള അടുപ്പത്തിന് ഒരിക്കലും അത് കലാകാരൻ എന്നുള്ളൊരു. അതെ എനിക്ക് ആളുകളായിട്ട് അവരെങ്ങനെയാണോ അവരങ്ങനെ സ്വീകരിക്കാനുള്ള അതാണ് എനിക്കിഷ്ടം. പക്ഷേ എപ്പോഴും ഈ നടനാണ് ഈ വിമർശനങ്ങളെല്ലാം ഏറ്റേണ്ടി വരുന്നത്. പക്ഷേ പ്രത്യേകിച്ച് ഒരു സംവിധായകൻ കുറച്ച് പുതുമുഖമാകുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ ഈ വിമർശനങ്ങളൊക്കെ എങ്ങനെയാണ് നേരിടുന്നത്? ഒരു ഭയങ്കര യുനാനിമസായ ഒരു ആക്രമണം ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം ആ സമയത്ത്. ഇല്ല, എനിക്കങ്ങനെ ഒരു ആക്രമണമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് ഭയങ്കര പോസിറ്റീവായാണ് തോന്നിയത്. കാരണം അത് ഭയങ്കര ഡിസ്കഷനായി സുരേഷ് ഏട്ടാ. അത് ഡിസ്കഷനായപ്പോൾ ഞങ്ങളുടെ പടം OTTയിൽ ഇറങ്ങിയ സമയമായിരുന്നു. പടം ഭയങ്കരമായിട്ട് സ്ട്രീം ചെയ്തു. നമുക്ക് ഹോട്ട്സ്റ്റാറിന്ന് ആ ടൈമിൽ ഏറ്റവും കൂടുതൽ സ്ട്രീം ചെയ്ത സിനിമയായിരുന്നു നമ്മുടെ സിനിമ. അത് പിന്നെ പുറത്തുള്ള മാഗസീൻസൊക്കെ അത് റിപ്പോർട്ട് ചെയ്തു. ഈ കോൺട്രവേഴ്സി
റിപ്പോർട്ട് ചെയ്തിട്ട് പുറത്തും ഇപ്പോൾ തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ ആൾക്കാർ OTT-യിൽ ആ സിനിമ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉർവശി ശാപം ഉപകാരമായി. ഉപകാരമാണ് എപ്പോഴും. അപ്പോൾ വിമർശനങ്ങൾ ഉണ്ടായിക്കോട്ടല്ലേ? വിമർശനങ്ങളൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതെല്ലാം നമ്മൾ വരുന്നു. ഇപ്പം ഏപ്രിൽ 11 വർഷങ്ങൾക്ക് ശേഷം വരികയാണ് അല്ലേ? അപ്പോൾ ഞങ്ങൾ ഈ ട്രെയിലറിലോ ടീസറിലോ കണ്ടതൊന്നും അല്ല, ഏതോ ഒരു മധുരം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. വിനീതിൻ്റെ ഏതോ ഒരു നല്ല ഒരു തേൻ അതിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. ഇത് ഞങ്ങൾ വിശ്വസിക്കട്ടെ. അങ്ങനെ ആവട്ടെ. അപ്പോൾ അങ്ങനെ മാത്രമായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു.